ഹലോ കൂട്ടുകാരെ, അപ്പോൾ രണ്ടുപേര് സ്കൂളിൽ പോയതിൻ്റെ ബഹളമാണ് ഈ കിച്ചണിൽ കാണുന്നത്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ക്വിക്ക് ക്ലീനിങ് ചെയ്തിട്ട് നമുക്ക് എന്തൊക്കെയാണെന്ന് ഒന്ന് നോക്കാം. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കാം. അത്ര വലിയ ക്ലീനിങ് ഒന്നുമല്ല, ജസ്റ്റ് പാത്രമൊക്കെ ഒന്ന് കഴുകി വെച്ചാൽ നമുക്ക് അടുത്ത ജോലി ചെയ്യാനുള്ള ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാകും. അപ്പം വെള്ളം ആദ്യമേ നിറച്ച് വെക്കുന്നുണ്ട്, അല്ലെങ്കിൽ കൂടെ വെള്ളം കൂടി എൻ്റെ വളരെ കമ്മിയാണ്. അപ്പോൾ ഞാൻ ഒത്തിരി സമയം കളയാതിരിക്കാൻ വേണ്ടി തലേന്ന് തന്നെ എഴുതി ഇട്ടേക്കും കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ എന്തായിരിക്കും, അല്ലെങ്കിൽ അടുക്കളയിൽ വന്ന് നിന്നിട്ട് ഞാനൊരു 10-15 മിനിറ്റോളം ആലോചിക്കും നാളെ എന്താണ് ഉണ്ടാക്കേണ്ടത്, അല്ലെങ്കിൽ ഇന്ന് എന്താണ് ഉണ്ടാക്കേണ്ടതെന്ന്. അതുകൊണ്ട് തലേദിവസം തന്നെ എഴുതി ഇട്ടേക്കുന്നതാണ് കേട്ടോ. അതൊരു ഈസി മെത്തേഡാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ മീൻകറിയും ചീരത്തോരനുമാണ്. പിന്നെ മോരുണ്ട്, അത് കറി വെക്കുന്നതിനോട് വലിയ താല്പര്യമില്ല, അതുകൊണ്ട് അങ്ങനെ തന്നെ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചീരത്തോരന് ചീരയ്ക്ക് കഴിയല്ല, അവിടെ വെള്ളം മാലാൻ വേണ്ടി അങ്ങനെ വെച്ചിട്ടുണ്ട്. അതപ്പോൾ അവിടെ കിടക്കട്ടെ. ആ സമയം കൊണ്ട് പെട്ടെന്ന് തന്നെ മീൻകറിക്കുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും ചീരത്തോരനുള്ള സവാള എടുത്ത് റെഡിയാക്കാം, പച്ചമുളക് ഇട്ടിട്ട് കേട്ടോ. അപ്പോൾ എരി വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഒരൊറ്റ പച്ചമുളക് ഇടുന്നുള്ളൂ, ബാക്കി എല്ലാ സാധനങ്ങളും തന്നെ ഞാൻ പെട്ടെന്ന് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് ഇടിയോരലിനകത്ത് ഒന്ന് ചതച്ചെടുത്താൽ മതി. ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ ചുമന്നുള്ളി അരിഞ്ഞു എടുക്കും കേട്ടോ. ഈ സവാള അരിഞ്ഞ് നിങ്ങൾ കരയാറുണ്ടോ? ഞാൻ നല്ലോണം കരയും കേട്ടോ. എന്താണെന്നറിയത്തില്ല, കണ്ണിൽ നിന്ന് കുടുകുടുകൂടാ വെള്ളം വരും. വേണ്ടോന്ന് വിചാരിച്ചിട്ടല്ല കേട്ടോ. അപ്പോഴാണ് ഓർത്തത് നാളത്തെ ബ്രേക്ക്ഫാസ്റ്റിന് പ്രത്യേകിച്ച് ഒന്നുമില്ല എന്നുള്ള കാര്യം. അപ്പോൾ അതിന് അരി വെള്ളത്തിടുന്നുണ്ട്. ഇഡ്ഡലിയും ദോശയാണെങ്കിൽ ഇച്ചിരി എളുപ്പമാണല്ലോ, ഒരു ദിവസം ഇഡ്ഡലി ഒരു ദിവസം ദോശ, പിറ്റേ ദിവസം ഇഡ്ഡലി, അങ്ങനെ പിള്ളേരെ പറ്റിക്കുക. അതുകൊണ്ട് അതെടുത്ത് ഇട്ടിട്ടുണ്ട്. അപ്പോഴത്തേന് നമ്മുടെ അരിയൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. റൈസ് കുക്കറിനകത്തോട്ട് മാറ്റി ചീരയ്ക്കുള്ളതൊക്കെ അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. ചീരയ്ക്കുള്ളതൊക്കെ പെട്ടെന്ന് തന്നെ അരിഞ്ഞെടുത്ത്, കുറച്ച് ചീര ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അത് തേങ്ങയിട്ട് ഉള്ളിയൊക്കെ വഴറ്റിയിട്ട് ചീരത്തോരൻ അവിടെ സെറ്റായി. അപ്പോൾ ഇനി നമുക്ക് മീൻകറിക്കുള്ള പ്രിപ്പറേഷനാണ്. മീനൊക്കെ കട്ട് ചെയ്തിട്ടാണ് കിട്ടുക കേട്ടോ. അത് ഫ്രീസറിനകത്ത് എടുത്ത് വെച്ചിരിക്കുന്നതാണ്. അതിൻ്റെ ഐസൊക്കെ മാറി കഴിഞ്ഞാൽ അത് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ചുമന്നുള്ളിയും കൂടെ വഴറ്റി അതിനകത്ത് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി ചാലിച്ച് ഒഴിച്ച് വഴറ്റിയെടുത്ത് മീൻ കഷ്ണങ്ങളും പറക്കിയിട്ട് അത് മീൻ അവിടെ സെറ്റാകാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് നേരം അത് കുറച്ച് കട്ട് ചെയ്ത് കിട്ടുന്നതുകൊണ്ട് നമുക്ക് വലിയ പണിയൊന്നുമില്ല. അപ്പോൾ മീൻ കറി അവിടെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ മീൻ കറി വെച്ച് കഴിഞ്ഞ ശേഷം പിന്നുള്ളത് ക്ലീനിങ് ആണ് കേട്ടോ. അതാണ് ഈ അടുക്കളയിലെ ഏറ്റവും വലിയ പണിയെന്ന് എനിക്ക് തോന്നാറുണ്ട്. എത്രയും പെട്ടെന്ന് പണികളൊക്കെ ഒതുക്കിയാൽ ഈ ക്ലീനിങ് തീരത്തേ ഇല്ല കേട്ടോ. അതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് ചെയ്തില്ലെങ്കിൽ പിന്നെ മടി പിടിച്ചു പോകും. അപ്പോൾ അതും ചെയ്ത് പിന്നെ ഒരു കട്ടൻ ചായയൊക്കെ ഇട്ട് ഞങ്ങൾ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ 10:30 ആയിട്ടുണ്ട്. 1.5 മണിക്കൂർ കൊണ്ട് നമ്മുടെ അടുക്കള ക്ലീനായി ഉച്ചയ്ക്കത്തേക്കുള്ള ലഞ്ച് റെഡി ആയിട്ടുണ്ട്. പിന്നെ എൻ്റെ സമയമാണ് കേട്ടോ. ഞാൻ ചെന്നിട്ട് ആ കാപ്പി എടുത്തിട്ട് എന്തെങ്കിലും കുറിക്കാനൊരു സ്നാക്സ് ഒക്കെ എടുത്തിട്ട് ഇന്നലെ സ്റ്റാർട്ട് ചെയ്ത് വെച്ചിരുന്ന ബുക്കിൻ്റെ ബാക്കി വായിക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. ക്യാൻ വി ബി സ്ട്രേഞ്ചേഴ്സ് അഗൈൻ, അതാണ് ആ ബുക്കിൻ്റെ പേര്. അടിപൊളി ബുക്സാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് അടുക്കളയിലെ ജോലിയൊക്കെ ഒതുക്കി ഇറങ്ങിയാൽ ബാക്കിയുള്ള സമയം നമുക്ക് വേണ്ടി തന്നെ ചിലവഴിക്കാൻ നമുക്ക് ഉണ്ട് കേട്ടോ. അടുക്കള പണി തീരുന്നില്ല എന്ന് പറയുന്നവരോടാണ്, പറ്റില്ലാത്ത സമയങ്ങളും ഉണ്ട് കേട്ടോ. അപ്പോൾ അത്രയുള്ള ഇന്നത്തെ വീഡിയോ. ബൈ ബൈ.